നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 19 മുൻപ് നിലവിൽ വരുന്ന ഒരു പുതിയ അറിയിപ്പ്. ജിദ്ദ, സൗദി അറേബ്യയിലേക്ക് തൊഴിൽ വിസ ഒഴികെയുള്ള മുഴുവൻ വിസകളും സ്റ്റാമ്പ് ചെയ്യുന്നത് VFS അഥവാ വിസ ഫെസിലിറ്റേഷൻ സെന്റർ വഴി മാത്രമാക്കി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച നിർദ്ദേശം മുംബൈയിലെ സൗദി കൗൺസിലേറ്റ് മുഴുവൻ ട്രാവൽ ഏജൻസികൾക്കും കൈമാറിക്കഴിഞ്ഞു. ടൂറിസ്റ്റ് വിസ, റെസിഡൻസ് വിസ, പേഴ്സണൽ വിസിറ്റ്, സ്റ്റുഡൻസ് വിസ തുടങ്ങിയ എല്ലാ വിസകളും VFS കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും കോൺസുലേറ്റ് സ്വീകരിക്കുന്നത്. അടുത്ത മാസം 4 മുതലാണ് പുതിയ പരിഷ്കാരം നിലവിൽ. ട്രാവൽ ഏജൻസികളുടെ കൈവശമുള്ള പാസ്പോർട്ടുകൾ സ്റ്റാമ്പ് ചെയ്യുന്നതിന് വേണ്ടി ഏപ്രിൽ 19 മുമ്പ് സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ UAE അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള വിസ സ്റ്റാമ്പിംഗ് VFS വഴിയാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ സൗദിയിലേക്കും നടപ്പാക്കുന്നത്. അതേസമയം റിയാദ്, റമദാൻ മാസവും സ്കൂൾ അവധിയും ഒന്നിച്ചെത്തിയതോടെ സൗദി അറേബ്യയിലേക്ക് ഫാമിലി വിസിറ്റ് വിസ അപേക്ഷകരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഹൗസ് ഡ്രൈവർ അടക്കം വ്യക്തിഗത വിസയിലുള്ളവർക്കും അല്ലാത്തവർക്കും ഫാമിലി വിസിറ്റ് വിസ ലഭിക്കുന്നതോടെ എല്ലാവരും ബന്ധുക്കളെ കൊണ്ടുവരാൻ വിസയ്ക്ക് അപേക്ഷിച്ചിരിക്കുകയാണ്. ഇതോടെ സൗദി വിദേശകാര്യ മന്ത്രാലയത്തിലെ വെബ്സൈറ്റിൽ വിസ അനുവദിക്കുന്നതിനും നാട്ടിൽ കോൺസുലേറ്റിൽ നിന്ന് വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിനും കാലതാമസം നേരിടുന്നുണ്ട്. നേരത്തെ ഒരു ട്രാവൽ ഏജൻസിക്ക് ഒരു തവണ 75 വീതം പാസ്പോർട്ടുകൾ സ്റ്റാമ്പിങ്ങിനായി സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈയിടെ 45 പാസ്പോർട്ടാക്കി ചുരുക്കിയിരുന്നു. ഇതോടെ 100 കണക്കിന് പാസ്പോർട്ടുകളാണ് ഓരോ ട്രാവൽ ഏജന്റുമാരുടെ കൈവശവും സ്റ്റാമ്പിങ്ങിനായി കാത്തുകെട്ടി കിടക്കുന്നതെന്നാണ് പ്രമുഖ ട്രാവൽ ഏജൻസിയായ കംഫർട്ട് ട്രാവൽസ് MD മുഹമ്മദ് ഹലീം പറയുന്നത്. നിശ്ചിത സമയത്തിനകം ഈ പാസ്പോർട്ടുകളിൽ സ്റ്റാമ്പിംഗ് ചെയ്ത് കിട്ടുമോ എന്ന കാര്യത്തിലും ആശങ്കയുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. 6000-ലധികം പാസ്പോർട്ടുകളാണ് ദിനംപ്രതി മുംബൈ കോൺസുലേറ്റിൽ എത്തുന്നതെന്നാണ് വിവരം. തൊഴിൽ വിസയും ഉംറ വിസയും ഇവയിൽ ഉൾപ്പെടുമെങ്കിലും ഫാമിലി വിസിറ്റുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. മാതാപിതാക്കൾ, ഭാര്യ, സഹോദരങ്ങൾ, മാതൃപിതൃ സഹോദരങ്ങൾ അടക്കം വിവിധ വിഭാഗത്തിൽപ്പെടുന്ന കുടുംബാംഗങ്ങൾക്ക് വിസ ലഭിക്കും എന്നതിനാൽ പരമാവധി പേർക്ക് ഒന്നിച്ച് വിസ അപേക്ഷ നൽകുകയാണ്. 10 വരെ അംഗങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർ പോലും ഉണ്ട്. കോൺസുലേറ്റിൽ ട്രാവൽ ഏജൻസികൾ സമർപ്പിക്കുന്ന പാസ്പോർട്ടുകളിൽ അധികവും സ്റ്റാമ്പിങ്ങിന്റെ പകുതി നടപടികൾ പൂർത്തിയാക്കി ബാക്കി 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും സബ്മിറ്റ് ചെയ്യാനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കൂടുതൽ പേരുള്ള അപേക്ഷകളിൽ ചിലരുടെ പാസ്പോർട്ടുകൾ പിന്നീട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് തിരിച്ചയക്കുന്നുമുണ്ട്. ചില പാസ്പോർട്ടുകൾക്ക് വിസ നടപടികൾ കഴിഞ്ഞ് സ്റ്റാമ്പിംഗ് പ്രിന്റ് ലഭിക്കുന്നില്ല. സാങ്കേതിക പ്രശ്നം മാത്രമാണ് ഇതെന്നും റിജക്ട് ചെയ്ത പാസ്പോർട്ടുകളിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ വിസ സ്റ്റാമ്പിംഗ് പൂർത്തിയാക്കുമെന്നുമൊക്കെയാണ് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത് പക്ഷേ യാത്രക്കാരെയും ട്രാവൽ ഏജൻസികളെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നിലവിൽ സൗദിയിലേക്കുള്ള വിസ സ്റ്റാമ്പിംഗിൽ നിരവധി പ്രതിസന്ധികളുണ്ട്. ട്രാവൽ ഏജന്റുമാരുടെ കോട്ട കുറച്ചതിനു പുറമെ ചില പാസ്പോർട്ടുകളിൽ മുദ്ര പതിപ്പിക്കാത്തതും പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. പാസ്പോർട്ടുകൾ സമയത്ത് സ്റ്റാമ്പ് ചെയ്ത് ലഭിക്കാത്തതിനെ തുടർന്ന് നിരവധി പേരുടെ യാത്രയാണ് മുടങ്ങിയിട്ടുള്ളത്. ഇതിനു പുറമെ നേരത്തെ എടുത്തുവെച്ച റീഫണ്ടിംഗ് സൗകര്യം ഇല്ലാത്ത ടിക്കറ്റുകൾ എടുത്തവരും പ്രതിസന്ധിയിലായിട്ടുണ്ട്. വിസ സ്റ്റാമ്പ് ചെയ്ത് ലഭിക്കാത്തതിനെ തുടർന്ന് യാത്ര മുടങ്ങിയതോടെ ടിക്കറ്റുകൾക്ക് മുടക്കിയ പണം നഷ്ടമായ നിരവധി പേരുണ്ട്. സൗദി അറേബ്യയിൽ 1 മാസം മുമ്പ് വരെ ഫാമിലി വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ 2 ദിവസത്തിനകം ഓൺലൈനിൽ വിസ ലഭ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ 2-3 ആഴ്ചകൾ വിസ ലഭിക്കാൻ സമയമെടുക്കുന്നുണ്ട്. എന്നാൽ വിസ ലഭിച്ച് സ്റ്റാമ്പിങ്ങിന് സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പലരും ടിക്കറ്റ് എടുത്തുവച്ചിരുന്നു. വിസ സ്റ്റാമ്പിങ്ങിന് സമയമെടുക്കുന്നതിനാൽ നേരത്തെ ടിക്കറ്റ് എടുത്തുവച്ചവരെല്ലാം ഇപ്പോൾ സമ്മർദ്ദത്തിലാണ്. ടിക്കറ്റ് മറ്റൊരു സമയത്തേക്ക് നീട്ടാൻ കൂടുതൽ പണം നൽകേണ്ടി വരുന്നു. വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് കാലതാമസം വരുന്നതിനാൽ വിസ സ്റ്റാമ്പ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്നതിന് മുൻപ് ആരും ടിക്കറ്റ് ബുക്ക് ചെയ്യരുത് എന്നും ഇക്കാര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും റിയാദ് റോയൽ ട്രാവൽസ് ബ്രാഞ്ച് മാനേജർ അബ്ദുസമദ് അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.